തിങ്കളും ബുധനും മത്സ്യവും, ശനിയാഴ്ച ആട്ടിറച്ചി, ഞായറാഴ്ചയാണ് ഇഡ്ഡലിയോ ദോശയോ, തിങ്കളാഴ്ച ചപ്പാത്തിയും കടലക്കറിയും, ചൊവ്വാഴ്ച ഉപ്പുമാവും ഗ്രീൻ പീസ് കറിയും. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല ജയിലുകളുടെ സമയത്തോടെ. ഇത് കേട്ടപ്പോ നിങ്ങൾക്ക് തോന്നിയില്ലേ ഒരാളെങ്കിലും കൊന്നിട്ട് എങ്ങനെങ്കിലും ഒന്ന് ജയിലിൽ പോകണം? കാരണം നിങ്ങളെ വീട്ടിൽ എല്ലാ ശനിയാഴ്ചയും ആട്ടിറച്ചി വാങ്ങുന്നുണ്ടാവില്ല, എല്ലാ തിങ്കളും ബുധനും പച്ച മത്സ്യം നിങ്ങളെ വീട്ടിൽ വാങ്ങണമെന്നില്ല. അപ്പൊ നിങ്ങൾ എന്തായിരുന്നു, നിങ്ങൾക്ക് ഇത് ഒരാള് ഇതൊക്കെ ജോലിക്ക് പോകണതിനാണ്. ആ ജോലിക്ക് പോയിട്ട് കിട്ടുന്ന ശമ്പളം കൊണ്ട് ഈ പച്ചിറച്ചിയും ആട്ടിറച്ചിയൊക്കെ വാങ്ങാൻ വേണ്ടി അവനാലെ സ്വന്തം കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇതിനല്ലേ കഷ്ടപ്പെടുന്നത്. എന്നാൽ ഇതൊന്നും വേണ്ട. ജയിലിൽ പോയി കഴിഞ്ഞാൽ കറക്റ്റ് ഭക്ഷണമാണ്. അപ്പൊ നിങ്ങൾ അറിയും ജയിലിൽ ഫ്രീഡം അല്ല, സ്വാതന്ത്ര്യമല്ല. നിങ്ങൾക്കറിയോ കാരണവർ വധക്കേസിലൊക്കെ 1-ാം പ്രതിയെ പുറത്തുവിടാൻ വേണ്ടിയിട്ട് മന്ത്രിസഭ തീരുമാനിച്ചപ്പോൾ അവര് 14 വർഷമായി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ജീവപര്യന്തം വിധിച്ച പ്രതിയല്ലേ. എന്നിട്ട് 450 ദിവസത്തിലധികം അവർ പരോളിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതും പ്രശ്നമല്ല. ഇപ്പൊ തിരുവനന്തപുരത്ത് ഒരു ചെറുപ്പക്കാരന് 5-6 ആൾക്കാരെ കൊന്നിട്ട് സ്റ്റേഷനിൽ പോയിട്ട് പറയാണ് ഞാൻ എന്താക്കണം 6 ആളെ കൊന്നിട്ടുണ്ട്, അതെന്താ കോയിനെ അറുത്തിട്ട് വരണ മാതിരിയാ വന്ന് പറഞ്ഞത് ആൾക്കാരൊക്കെ. ഇപ്പൊ നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ കേൾക്കാറുണ്ട്, നമ്മൾ തലയുമായി സ്റ്റേഷനിലേക്ക് പോയി ഞാൻ എന്താ ഒരാളെ കൊന്നിട്ട് ഇതാക്കണം തല എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കാണിക്ക വെക്കും തല എന്ന് പറഞ്ഞ പോലെ നമ്മളെ നാട്ടിൽ ഇപ്പോൾ അതൊക്കെ തുടങ്ങിക്കുകയാണ്. തിരുവനന്തപുരത്ത് 5-6 ആൾക്കാരെ കൊന്നിട്ട് ഒരാൾ അന്തസ്സായിട്ട് പോവാണ്, ഞാനിതാ ഒന്ന് പോയി ഒപ്പിട്ട് വരാന്ന് പറഞ്ഞിട്ടാണ് സ്റ്റേഷനിൽ കയറിപ്പോയത്. പണ്ടൊക്കെ ഗോതമ്പുണ്ടായിരുന്നു, അന്നൊക്കെ ആൾക്കാർക്ക് ജയിലിൽ പറഞ്ഞാൽ ഒരു പനിഷ്മെന്റ് കേന്ദ്രം ഒരു പേടി സ്വപ്നമാണ്. ഇന്നിപ്പോ അവിടെ പ്രശ്നമില്ല എന്നുള്ളൊരു ഫീലിംഗ് ആൾക്കാർക്ക്. കാരണം തൂക്കി കൊല്ലുന്നില്ല, വധശിക്ഷ വിധിക്കുന്നില്ല. വധശിക്ഷയ്ക്ക് എതിരെ തന്നെ, വധശിക്ഷയ്ക്ക് പോലും എതിരാണ് സമൂഹം എന്നാ പറയുന്നത്. കാരണം അതൊക്കെ പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല എന്നാ പറഞ്ഞത്. വധശിക്ഷ നടപ്പാക്കുന്നതൊക്കെ പണ്ട് കാലത്തുള്ള നിയമങ്ങളാണ്. അനുഭവിച്ചോ? പണ്ട് കാലത്തുള്ള നിയമങ്ങളെ വധിച്ച് വിധിക്കുക എന്ന് പറഞ്ഞായിട്ട് അത് നോക്കി നിൽക്കണമെങ്കിൽ അനുഭവിക്കുക തന്നെയുള്ളൂ. ഇത് അനുഭവിക്കുന്നത് ജനങ്ങളാണ്. സാധാ ഒരു തെറ്റും ചെയ്യാത്ത, എവിടെയാണ് സുരക്ഷിതത്വം, സ്വന്തം വീട്ടിൽ സുരക്ഷിതമല്ലാതെ എങ്ങനെ കടന്നുറങ്ങണം എന്നറിയാതിരിക്കുന്ന ഈ പാവപ്പെട്ട സാധാരണക്കാരെ ആൾക്കാർ അനുഭവിക്കുന്നത്. ഇപ്പൊ ഈ അടുത്ത മാസങ്ങളിലല്ലേ എത്ര സംഭവങ്ങളൊക്കെ. അമ്മയൊക്കെ ഉത്തർത്തുമില്ല, 22-കാരൻ 24-30-കാരനെ കുത്തി സ്കൂൾ ബസ്സിൽ കത്തി കൊണ്ട് മക്കളാട്ടും കൊണ്ടും കുത്തി കളിക്കുക. എന്തെല്ലാം നടക്കുന്നത്. എറണാകുളത്ത് 2 പേരെ ചെന്താമര വേറെ 2 ആളെ കൊന്നു, എറണാകുളത്ത് വേറെ 2 ആളെ കൊന്നു. ഇത് സ്ഥിരം സംഭവമല്ലേ. നിങ്ങൾ ഞെട്ടി മറ്റേ മാമുക്ക പറഞ്ഞാൽ നിങ്ങൾ പിന്നെ ഞെട്ടണ്ട. ഒരുപാട് നമുക്ക് എന്താ ഞെട്ടണ പണിയാ, ഇതന്നെ ഒരു പണിയാ, ഞെട്ടലൊരു പണിയാ. അപ്പൊ അതുകൊണ്ട് അത് ആരും എവിടെയാ സുരക്ഷിതരല്ലാത്തൊരവസ്ഥയാണ് സമൂഹത്തിലുള്ളത്. അത് ലഹരിയാണ് അതിന്റെ കാരണമെങ്കിൽ അത് തടയാനുള്ള നടപടികൾ എന്താ വെച്ചാൽ പണ്ടത്തെ പോലെ, ഇനി അത് പണ്ടത്തെ പോലെ പോരാ. ഇനി പണ്ടത്തെ പോലെ, കാരണം നമ്മൾ ഈ ബോധവൽക്കരണം മൈകുതിരി കത്തിച്ചെച്ചിങ്ങായിട്ട് പ്രാർത്ഥിക്കല് അല്ലെങ്കിൽ മൗനജാതൊന്നും നടക്കേണ്ട കാലം കഴിഞ്ഞിരിക്കണം. ആ കാലൊന്നും പോരാ. ഇറങ്ങിത്തിരിക്കണം. കായികമായി നേരിടണമെങ്കിൽ അങ്ങനെ നേരിടണം. ഇതിന്റെ മാഫിയ സംഘങ്ങളൊക്കെ അതിന് പോലീസിന്റെ ഒക്കെ സപ്പോർട്ട് വേണം. അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് അതിന്റെ അത്തരത്തിലുള്ള നടപടിയിൽ മുന്നോട്ട് പോവുക, അടിച്ചൊതുക്കുക എന്നല്ലാതെ ഇവന്മാരൊന്നും തലപൊക്കാൻ അനുവാദം കൊടുക്കരുത്, അനുവദിക്കരുത്.